ഇന്ന് പതാക ഉയരുകയാണ് CPIM സംസ്ഥാന സമ്മേളനത്ത് കൊല്ലത്ത്. തുടർഭരണത്തിന്റെ തുടർച്ചയ്ക്ക് ജനങ്ങളെ ക്ഷമയോടെ കേൾക്കണം എന്നാണ് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞത്. വിനയത്തോടെ മുന്നോട്ടു പോകണം. CPIM സമ്മേളനത്തിന്റെ ലക്ഷ്യം തുടർഭരണത്തിന് തുടർച്ച എന്നും MA ബേബി പറഞ്ഞു. കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന്റെ മുഖ്യ കടമ തുടർഭരണത്തിന് ഒരു തുടർച്ച നേടിയെടുക്കുക എന്നുള്ളതാണ്. അതിന് ക്ഷമാപൂർവം വിനയത്തോടുകൂടി ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ വസ്തുതകൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ ചില കാര്യങ്ങൾ ജനങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ജനങ്ങൾ നമ്മളോട് പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ഉൾക്കൊള്ളാനുള്ള കാര്യങ്ങൾ നമ്മൾ ജനകീയ പ്രസ്ഥാനം ഉൾക്കൊള്ളണം. അത്തരം ഒരു പ്രവർത്തനവും ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ തുടർഭരണത്തിന് ഒരു തുടർച്ച നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമര ജാഥ ശൂരനാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ചു. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായുണ്ട്. ദീപക്, ഇന്നിപ്പോൾ 30 വർഷത്തിന് ശേഷം സംസ്ഥാന സമ്മേളനം കൊല്ലത്തേക്ക് വീണ്ടും എത്തുമ്പോൾ വലിയ ആവേശത്തിലാണ്. കാരണം ഒരു തുടർഭരണത്തിന്റെ തുടർച്ച, MA ബേബി പറഞ്ഞതുപോലെ 3ാം വട്ടവും എന്ന അജണ്ട മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ള മാർഗരേഖകൾ തയ്യാറാക്കുക, വികസിത കേരളം എന്ന റിപ്പോർട്ട് തയ്യാറാക്കും. അങ്ങനെ ഒട്ടേറെ പദ്ധതികളുമായി ഈ സംസ്ഥാന സമ്മേളനം തുടങ്ങുകയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾ? അനുജ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യമായി പറഞ്ഞാൽ 95-ന് ശേഷം 2025-ൽ 3 പതിറ്റാണ്ടിന് ശേഷം CPIM-ന്റെ സംസ്ഥാന സമ്മേളനം വർഗ ബഹുജന പ്രസ്ഥാനങ്ങൾക്ക് ഏറെ ശക്തിയുള്ള, പ്രത്യേകിച്ച് തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾക്ക്, കർഷക തൊഴിലാളികൾക്കും കൊച്ചുവണ്ടി തൊഴിലാളികൾക്കും അതുപോലെ മത്സ്യത്തൊഴിലാളികൾക്കും ഏറെ അടിസ്ഥാന വർഗത്തിന് സ്വാധീനമുള്ള കൊല്ലത്ത് നടത്തുമ്പോൾ CPIM ലക്ഷ്യം വെക്കുന്നത് ഈ അടിസ്ഥാന വർഗത്തിന് വേണ്ടി ഈ തുടർഭരണത്തിനെ തുടർച്ചയായ ഭരണമാക്കി മാറ്റുക എന്നുള്ളതാണ്. അതായത് 2 ടേം പൂർത്തിയാക്കാൻ പോകുന്ന പിണറായി സർക്കാരിന് 3ാമത്തെ ടേം നൽകാൻ വേണ്ടിയുള്ള കൃത്യമായ മാർഗരേഖയും പരിപാടികളും പദ്ധതികളും ഉണ്ടാക്കുക. അതിനുവേണ്ടി പാർട്ടി സംഘടനയാകെ ശക്തിപ്പെടുത്തി അതിനുവേണ്ടി സജ്ജമാക്കുക. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിനെ തുടർന്ന് വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടിയെ സജ്ജമാക്കുക തന്നെയാണ് പ്രധാനമായ അജണ്ട. അതുകൊണ്ട് തുടർഭരണത്തിൽ നിന്നും തുടർച്ചയായ ഭരണത്തിലേക്ക് എത്തിക്കാനാണ് പാർട്ടി കൊല്ലം സമ്മേളനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സമ്മേളനത്തിന്റെ ചർച്ചകൾ ആരംഭിക്കുമ്പോൾ തന്നെ ഈ പ്രായപരിധി നടപ്പാക്കൽ ചർച്ചയായിരുന്നു. അല്പം മുമ്പ് MP ഗോവിന്ദൻ മാസ്റ്റർ, സംസ്ഥാന സെക്രട്ടറി, വളരെ കൃത്യമായി പറഞ്ഞു, 75 വയസ്സ് തുടങ്ങുന്നവരല്ല, 75 പൂർത്തിയാക്കി. ദീപക്, നമുക്ക് അതിലേക്ക് വരാം. എന്താണ് അവർ പറഞ്ഞതെന്ന് കേട്ടിട്ട് ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം. പ്രായപരിധിയിൽ വിശദീകരണവുമായാണ് പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും CPIM സംസ്ഥാന സെക്രട്ടറിയും രംഗത്തെത്തിയത്. പ്രായപരിധി സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാമെന്നാണ് പ്രകാശ് കാരാട്ട് പറഞ്ഞത്. 75 വയസ്സ് കഴിഞ്ഞവരെ ഒഴിവാക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനും പറഞ്ഞു. പ്രതികരണങ്ങളിലേക്ക്. That's in Kerala. Each state has their own limit decided. They can decide, state committee. Each state has their own decision on this. അല്ലല്ല പറഞ്ഞ ഏജ് ലിമിറ്റ് തീരുമാനിക്കേണ്ടത് സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. സെൻട്രൽ കമ്മിറ്റിക്ക് വേണ്ടി സെൻട്രൽ കമ്മിറ്റി എടുക്കും, പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി ടേക്ക് ഫോർ ദയർ സ്റ്റേറ്റ്സ്. നോട്ട് വേറെ സ്റ്റേറ്റാണ്. ചില സ്റ്റേറ്റിൽ കേരളത്തിൽ 75ആണ്, തമിഴ്നാട്ടിൽ 72ആണ്, ആന്ധ്രാപ്രദേശിൽ 70ആണ്. ഓരോരോ സംസ്ഥാനത്ത് ദേ ക്യാൻ ടേക്ക് എ ഡിസിഷൻ. ഒരിക്കൽ കൊടുത്താൽ മതിയോ? അതൊന്നും പറയാൻ. ഞങ്ങളിപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുള്ളത് 75 വയസ്സ് കഴിഞ്ഞവരെയാണ് ഞങ്ങൾ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനിടയിൽപ്പെട്ടവരെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇവിടെ തീരുമാനിക്കേണ്ട കാര്യമില്ല, അത് സംഘടനാപരമായ തീരുമാനം ഉള്ളതാണ്. ഞങ്ങളിപ്പോൾ 1 മാസം 2 മാസം നോക്കുന്നില്ല. ഞാൻ 75 വയസ്സ് പൂർത്തിയായവരെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞത്, വെറുതെ ആവശ്യം. ദീപക് ധർമ്മടം വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ദീപക്, ഇപ്പോൾ ഈ 75 വയസ്സ് ഇപ്പോൾ പൂർത്തിയാക്കാത്തവർ, അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ഇതിൽ ഇളവ് കിട്ടുമോ? 2-3 മാസം കഴിയുമ്പോൾ 75 വയസ്സാകുന്നവരെ ഇതിൽ നിന്ന് ഒഴിവാക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തതയോടെ പറയാൻ കഴിയുമോ? ആരൊക്കെ ഒഴിവാകും? പേരെടുത്തിപ്പോൾ നമുക്ക് പറയാൻ കഴിയുമോ? ഈ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നൊരു കൃത്യത വരുന്നുണ്ടോ? അനുജ, കൃത്യമായി പറയാൻ സാധിക്കും. അതായത് AK ബാലൻ ആഗസ്റ്റിലാണ് 75-ലേക്ക് കടക്കുന്നത്. പക്ഷേ ഈ MP ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ വ്യക്തത വരുത്തിയ കാര്യത്തിൽ 75 പൂർത്തിയാക്കിയവർ, അങ്ങനെ പറയുമ്പോൾ 76-ലേക്ക് കടന്നവർ മാത്രമേ സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാകുകയുള്ളൂ എന്നുള്ളതാണ്. അതായത് സംസ്ഥാന കമ്മിറ്റിയിലെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലെയും ആൾക്കാരേതാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുക്കേണ്ടത്. നേരത്തെ PB കോർഡിനേറ്റർ വളരെ കൃത്യമായി പ്രകാശ് കാരാട്ട് പറഞ്ഞു, അതാത് സംസ്ഥാനങ്ങളാണ് പ്രായപരിധി നിശ്ചയിക്കുന്നത്. അതായത് തമിഴ്നാട്ടിൽ 72ആണ്, ആന്ധ്രയിൽ 70ആണ്, കേരളത്തിൽ 75ആണ്. അതായത് അതാത് സംസ്ഥാനത്തിലെ കേഡർമാരുടെ പാർട്ടി നേതൃത്വത്തിന്റെ ആരോഗ്യശേഷി, കാര്യശേഷി ഇതെല്ലാം കണക്കിലെടുത്താണ് പാർട്ടി ഇത്തരത്തിൽ തീരുമാനമെടുക്കുന്നത്.
നൽകുന്നത്. അത് സംസ്ഥാന കമ്മിറ്റി എടുത്തു കഴിഞ്ഞു, 75 തീരുമാനിച്ചു. മാത്രവുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന് കൃത്യമായി കേന്ദ്ര നേതൃത്വം ഇളവ് നൽകുകയും ചെയ്തു. അതായത് ഭരണ തുടർച്ചയിലേക്ക് സർക്കാരിനെ കൊണ്ടുപോകണം, പാർട്ടിയെ കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സംസ്ഥാന നേതാക്കൾ EP ജയരാജൻ, PK ശ്രീമതി, TP രാമകൃഷ്ണൻ, AK ബാലൻ ഇങ്ങനെ നീളുന്ന നേതാക്കൾ, ആ നേതാക്കൾക്ക് ഇളവ് നൽകും എന്നുള്ളത് തന്നെയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് 75 പൂർത്തിയാക്കിയവർ, അതായത് 76ലേക്ക് കടന്നവരെ ഒഴിവാക്കുള്ളൂ എന്ന് പറഞ്ഞതിൽ നിന്നും വ്യക്തമാകുന്നത്. അനുജ, ശരി. CPIM സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാകും. ഇന്ന് വൈകിട്ടാണ് പതാക ഉയർത്തുന്നത്. പതാക, കൊടിമര, ദീപശിഖ ജാഥകളൊക്കെ സംഗമിക്കുന്നതോടെ ആശ്രാമ മൈതാനത്താണ് പതാക ഉയർത്തുന്നത്. ഇപ്പോൾ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. പ്രായപരിധി ഇളവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള മുതിർന്ന നേതാക്കളുടെ പ്രതികരണം, കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം, സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം, അതിൻ്റെയൊക്കെ വിവരങ്ങളാണ് ദീപക് ധർമ്മടം കൊല്ലത്ത് നിന്ന് നൽകിയത്. ഇനി